അപ്പൊ ജീവിതത്തിൽ അത് പകർത്താൻ കഴിയുക. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് പഠിക്കും. ഒന്ന്, നാടക ആവിഷ്കരണം എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്കൊരു കലയായി ഉള്ളിൽ കയറും. രണ്ട്, അതെങ്ങനെയാണ് ഒരു കവിതയിൽ നിന്ന് രൂപപ്പെടുന്നത്. ഇന്ന് കവിതയില്ല, ഈ കാലഘട്ടത്തിൽ കവിത എഴുത്തില്ല. കവിതാ മത്സരത്തിലൊക്കെ പോയാൽ കവിതയല്ല വരുന്നത്, അവളോടി ഇവൻ ചാടി. അത് പ്രസ്താവനകളാണ്, അത് കവിതയല്ല. പ്രസ്താവനകൾ പത്രത്തിലൊക്കെ ധാരാളം വരുന്നതാണ്. കവിത എന്ന് പറയുന്നതിന്, അത് രൂപപ്പെടുന്നതിന് പ്രത്യേക തലങ്ങളും ആരണ്യന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമിപ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമന്തർശനം എന്നെഴുതുമ്പോൾ അത് കവിതയാണ്. അതായത് നേച്ചർ കൊണ്ട് മാത്രമല്ല, അതിന്റെ ആശയഗാംഭീര്യം കൊണ്ട്. വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതയിലെയാണ്. അപ്പൊ നിങ്ങളിത് ആവിഷ്കരിക്കുമ്പോൾ ഋഷി കവികൾ എങ്ങനെയാണ് കവിത രൂപപ്പെടുത്തിയത് അതും നിങ്ങൾക്ക് കിട്ടും. കവിത മനസ്സിലാവും, നാടക ആവിഷ്കാരം മനസ്സിലാവും. അതിനേക്കാളൊക്കെ മുഖ്യമായി ഉദ്ദേശിച്ചോന്ന് എനിക്കറിയില്ല, ഉദ്ദേശിച്ചെങ്കിൽ അത് ഗംഭീരം. ഏറ്റവും കൂടുതൽ നാടകീയ മുഹൂർത്തങ്ങൾ ഉള്ളത് ഇന്ത്യൻ ഉപനിഷത്തുകളിലാണ്. ഇത്രയും നാടകീയ മുഹൂർത്തങ്ങൾ തികഞ്ഞ കൃതികൾ വേറെയില്ല. അതുകൊണ്ട് നിങ്ങൾ വളർന്നു വരുമ്പോഴേക്ക് പുതിയൊരു നാടക ശൈലിക്കും പുതിയൊരു ആവിഷ്കാര ശൈലിക്കും പുതിയ ഒരു സിനിമാ സങ്കേതത്തിനും ഇത് വഴിവെച്ചാൽ അത് പുതിയ കാര്യം. അതിലുദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട്, അങ്ങനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വരാനിരിക്കുന്ന കാലത്ത് ഒന്നാമത് സിനിമയൊക്കെ ജനങ്ങൾക്ക് മടുത്തു, നടന്മാരെ തന്നെ മടുത്തു. അവര് കാശ് മുടക്കി ഇപ്പോൾ ആൾക്കാരെ പുറത്തിറക്കി അവരുടെ ഫ്ലക്സ് ബോർഡ് വെക്കുന്ന കാലമായി. അത്ര മടുത്തു ഞാൻ. 90 വയസ്സ് അവനോട് നടന്നോ, അവനല്ലേ നടന്നോ കേട്ടോ, അവനല്ലേ നടന്നോ, കൊച്ചു കുഞ്ഞല്ലേ. അവന് ജയിച്ചു. തിരിഞ്ഞു നോക്കിയാൽ മുമ്പേ കണ്ണൂർക്ക് അടിച്ചിട്ട്. അപ്പോ ആവിഷ്കാര ശൈലിയിലും മറ്റും വളരെയേറെ ഗംഭീരത പാലിക്കുന്ന ഉപനിഷത്തുകൾ നാളെ വിജയകരമായി അവതരിപ്പിക്കുവാൻ അത് നിങ്ങൾക്ക് ഇടയാക്കുമെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇല്ലെങ്കിലും അതിലെ നാടക രംഗങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം തരും. ഇത്രയൊക്കെയാണ് അതിന്റെ കാര്യം. ഈ നാടകങ്ങളെ സംബന്ധിക്കുന്ന 3 ക്ലാസ് അവസാനിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ എന്തോ ഒന്ന് ഓർമ്മ വന്നാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അഗ്നിയാണ്. അങ്ങനെ എഴുതിയെടുത്തത് ഇതൊക്കെയാണ്: കാളി, കരാളി, സ്ഫുലിംഗിനി, വിശ്വരുചി, സുധൂമ്രവർണ്ണ, സുലോഹിത. എത്ര എണ്ണമായി? അപ്പോഴും അറിയാം. സുധൂമ്രവർണ്ണ, സുലോഹിത. കാളി, കരാളി, സ്ഫുലിംഗിനി, വിശ്വരുചി, സുധൂമ്രവർണ്ണ, സുലോഹിത.
സുധൂമ്രവർണ്ണ സുലോഹിത. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ക്ലാസ് തീരുന്നതിന് ഉത്തര ഓർമ്മ വരും. അറന്നായി ഒരെണ്ണം കൂടെ. മനോജവ. മനോജവ മനോജവ മനസ്സിന്റെ വേഗതയുള്ളവൾ. അഗ്നി മനസ്സിന്റെ വേഗതയിൽ പോകുന്നത് മനോജവ. കരാളിയുണ്ട്. കാളി, കരാളി, മനോജവ. എഴുതിക്കോ. കാളി, കരാളി, മനോജവ. മനോജവ വിശ്വരുചി, സുധൂമ്രവർണ്ണ, സുലോഹിത. സുലോഹിത സ്ഫുലിംഗിനി. ഏഴെണ്ണായില്ലേ? കരാളിയുണ്ട്. പരാളിയല്ല, കരാളി അല്ല, കരാളി സ്ഫുലിംഗിനി. റഫറൻസ് മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്തില് യാഗത്തെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പുരോഹിതനായ അഗ്നി വരൂ വത്സ എന്ന് വിളിച്ച് യജമാനനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ലോകം പറയുമ്പോൾ അഗ്നിയുടെ നാവുകളിലൂടെ പോകുന്ന ലോകങ്ങളെ വർണ്ണിക്കുന്നതാണ് അത്. സപ്തജിഹ്വകളുള്ള അഗ്നി. ഓരോ ജിഹ്വയ്ക്കും അതിന്റെ പ്രാധാന്യം. ഓരോന്നുകൊണ്ട് പൊള്ളലേൽക്കുമ്പോഴും ഓരോ പ്രത്യേകതയും. ഏഴെണ്ണോ? ഏഴായില്ലേ? അപ്പൊ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്. തുടങ്ങി